പറഞ്ഞോ. ഒരു സ്വകാര്യം നമുക്കൊരാൾ പറഞ്ഞു തന്നാ അത് തിരിച്ചാരോടും പറയാതിരിക്കലാണ് വിശ്വസ്തത. അതാണ് ശരിക്കുള്ള അമാനത്ത്. അതങ്ങനെയാണ് പറഞ്ഞെന്ന്, അതുകൊണ്ട് ഞാൻ പറയില്ല. ഇനി അത് പറയൽ ഖൈറാണെങ്കിൽ അതിന്റെ ഒരു സമയമുണ്ട്, ആ സമയമാകുമ്പോ പറയാം. ഇപ്പൊ പറയൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു കൊടുത്ത സ്വകാര്യം എന്താണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്നഹാ സിർറുൻ, സ്വകാര്യാണ്, അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റൂല. പിറ്റേന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഒരാഴ്ചന്റെ ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇനി അത് പറയാം, അത് പറയുന്നതിന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് സൂക്ഷിക്കേണ്ടടുത്ത് പറയാൻ പാടില്ലാത്തൊരു സമയമാണെങ്കിൽ പറയരുത്. അതങ്ങനെ തന്നെ സൂക്ഷിക്കണം. പറയൽ ഖൈറായി വരുമ്പോ പറഞ്ഞേക്കണം. ചിലപ്പോഴൊക്കെ അങ്ങനെ കാതോരം കൈമാറിയ സ്വകാര്യങ്ങളുണ്ട്, ഒരിക്കൽ പോലും തിരിച്ചാരോടും പറയാതെ കാത്തു സൂക്ഷിച്ചതുണ്ട്. നിങ്ങളോടൊക്കെ പറയേണ്ടതാണെങ്കിൽ എന്റെ കാതിൽ പറയില്ലായിരുന്നു. എന്റെ കാതിലാണ് എന്നോട് സ്വകാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറയൂല. അങ്ങനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളേറെ സ്വകാര്യം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു സ്വഹാബിയാണ് സ്വാഹിബുസ് സിർ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. സ്വാഹിബുസ് സിർ എന്നാണ് അവരുടെ പേര് തന്നെ, രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്വകാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആവശ്യക്കാര് ചോദിച്ചാൽ മാത്രം പറയേണ്ട ഒരു സ്വകാര്യമാണ് മുനാഫിഖുകളുടെ പട്ടിക. മുനാഫിക്കുകളുണ്ട്, മയ്യത്ത് നിസ്കരിക്കാനൊന്നും പറ്റാത്ത വെറുതെ സമയങ്ങളുണ്ട്, വേറെന്തിനും പോയാൽ ആ സമയം ലാഭിച്ചൂടെ, അങ്ങനത്തെ കുറെ ആൾക്കാരെ പട്ടിക. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയപ്പോ ഏതൊരു ജനാസ മദീന പള്ളിയിലേക്ക് കൊണ്ടുവന്നു വലിയ പരിചയമില്ലാത്ത ആളാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു നോക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടോ, എവിടെങ്കിലും ഉണ്ടോ, സൊഫിന്റെ ഏതെങ്കിലും ഭാഗത്ത്. കാണാൻ കഴിയുന്നില്ലെങ്കിൽ ചോദിക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടോ എന്നൊരു ചോദ്യം. ഇല്ലാന്നുണ്ടാ പതുക്കെ ഒരു വാതിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു പോകും. കാരണം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ഇത് നിസ്കരിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു വരാത്തത്. അതെല്ലാവരോടും പറയുമ്പോ പിന്നെ അത് ആരും നിസ്കരിക്കാൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും പറയണ്ട, ആരെങ്കിലും ആഗ്രഹിച്ച് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മഹാനവർകൾക്കൊരു പേരുണ്ട്, സ്വാഹിബുസ് സിർ, രഹസ്യ സൂക്ഷിപ്പുകാരൻ. അത് മനുഷ്യന് ഒരു അമാനത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവാണത്. പക്ഷെ അത് സൂക്ഷിക്കാൻ പലർക്കും കഴിയൂല. സലീഹക്ക് കഴിഞ്ഞില്ല. നാടോരം അത് പരന്നു. അങ്ങാടിയിലൊക്കെ അത് കൂടുതൽ പാട്ടുപാടിയപ്പോ അസീസ് രാജാവിന് എന്നെ വലിയ വിഷമമായി. മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ആ പെണ്ണിനോട് പറഞ്ഞത്? മിണ്ടാടൊരു ഭാഗത്തിരുന്നൂടെ? ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഒരു ആളെ കാണേണ്ട ആവശ്യത്തിന് ഇറങ്ങിയപ്പോഴേക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, അല്ല സലീഹക്ക് സുഖം തന്നെയല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആളുകൾ പറയാൻ തുടങ്ങി. ഇപ്പൊ സലീഹ പറഞ്ഞു, അങ്ങനെ ഉണ്ടോ? എന്നാ എന്റെ അതേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ആ പെണ്ണുങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കണം. 40 സ്ത്രീകളെ വിളിച്ചു വരുത്തി, സലീഹക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ 40 സ്ത്രീകളെ എല്ലാവരെയും വരിവരിയായി ഇരുത്തിയിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു കത്തി കൊടുത്തു, നല്ലൊരു പഴവും കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഖുറുജ് ഇലൈഹിന്ന, അവരെ സമീപത്തുകൂടെ നിങ്ങളൊന്ന് പോകണം, ഒരൊറ്റ പോക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരൊറ്റ പെണ്ണിനെയും നോക്കിയിട്ടില്ല. തന്റെ യജമാനത്തി അങ്ങനെ പറഞ്ഞപ്പോ അവരെ മുന്നിലൂടെ ഒരു പോക്കങ്ങൾ പോയി. ഒരു കവളിന്റെ ഒരു ഭാഗം മാത്രമേ ഈ പെണ്ണുങ്ങൾ കാണുന്നുള്ളൂ. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴേക്ക് മുഖം മുഴുവനും കണ്ടോ ഇല്ല. മുഖത്തിന്റെ ഒരു ഭാഗം അതും നടന്നങ്ങനെ പോകുകയാണ്, കാണാൻ വേണ്ടി നിന്നതല്ല. ആ പോകുന്ന പോക്കിൽ ഒരൊറ്റ കാഴ്ച കണ്ടപ്പോഴേക്ക് ഈ പെണ്ണുങ്ങളെ മനസ്സൊന്നാകെ പരിഭ്രമിച്ചുകൊണ്ടവര് പറഞ്ഞു, ഹാശലില്ലാ മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. അത്ഭുതം തന്നെ, ഇതൊരു മനുഷ്യനെ അല്ല, ഇതൊരു മാന്യനായ മലക്കാകുന്നു. ഇത്ര സൗന്ദര്യമോ മനുഷ്യന്? ആ സൗന്ദര്യം കണ്ടിട്ട് ആകർഷിച്ചിട്ട് മതിമറന്ന സഹോദരിമാര് പഴം മുറിക്കുന്നതിന് പകരം കയ്യാണവര് മുറിച്ചത്. 4 വിരല് മുറിച്ചവരുണ്ട്.
5 വിരല് മുറിച്ചവരുണ്ട്. സഹോദരങ്ങളെ, കൈപ്പത്തി ഒന്നാകെ മുറിച്ചവരുണ്ട്. രക്തം നിലക്കാത്ത 1-2 ഞരമ്പുകളുണ്ട് കൈയിനോട് ചേർന്നിട്ട്, അതടക്കം മുറിച്ച ആളുകളുണ്ട്. 12 ആളുകൾ സ്പോട്ടിൽ തന്നെ മരണമടഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ മുറിച്ചപ്പോ ഗാസി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, കഥ കേട്ട് കാര്യം മറക്കരുത്. ഇത്രയൊക്കെ മുറിച്ചിട്ട്, ഞരമ്പ് മുറിച്ചിട്ട്, കൈകളും മറ്റുമൊക്കെ മുറിച്ചിട്ട്, ഈ ഭൗതികമായ രൂപത്തിലുള്ളൊരു ആസ്വാദനം, ഭംഗി ആസ്വദിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ഒരു കൊതുക് കടിച്ചാൽ അറിയുന്ന ശരീരത്തില് 5 വിരലും കൈപ്പത്തിയും മൊത്തം മുറിച്ചിട്ട് വേദന അറിഞ്ഞില്ലല്ലോ. യജമാനനായ റബ്ബുമായി യഥാർത്ഥ അടിമയുടെ ഖൽബ് ബന്ധിച്ചാൽ അവനെങ്ങനെ ഭൗതിക ലോകം അറിയാനാണ്? ഭൗതിക ലോകത്തിന്റെ ഒരു ആസ്വാദനമല്ലേ ആ ഭംഗി ആസ്വദിക്കുന്നത്? അത് ആസ്വദിച്ചപ്പോഴേക്ക് സ്വന്തം ശരീരത്തെ പരിക്കേൽപ്പിച്ചിട്ട് വേദന അറിഞ്ഞില്ല എങ്കില് അള്ളാഹുമായൊരു മനുഷ്യന്റെ മനസ്സ് ശരിക്ക് ടച്ച് ചെയ്താൽ എന്തൊരു ആസ്വാദനമുണ്ട്, എന്തൊരു സൗന്ദര്യമുണ്ട്. ആ നിലക്ക് ബന്ധമുള്ള ശരിയായ ഒരു മനുഷ്യൻ, മുത്തഖിയായ ഒരു മനുഷ്യൻ ഭൗതിക ലോകത്തെ കാഴ്ചപ്പാടുകൾ മുഴുവനും മറക്കും. ഭൗതിക ലോകത്തെ ശബ്ദങ്ങളും അപശബ്ദങ്ങളും അവൻ അറിയില്ല. എന്ത് തന്നെ വന്ന് കടിച്ചാലും ഉന്തിയാലും തള്ളിയാലും ഒന്നും അറിയില്ല. വേദന എത്തുന്ന രൂപത്തിൽ രക്തമൊലിച്ചിട്ട് അടുത്ത് കിടക്കുന്ന സ്വഹാബിയുടെ ശരീരത്തിലേക്ക് രക്തമിങ്ങനെ ഉറ്റി ഉറ്റി വീഴുമ്പോ അടുത്ത് കിടക്കുന്ന ആൾ എഴുന്നേറ്റ് നോക്കുമ്പോ സ്വന്തം കൂട്ടുകാരൻ നിസ്കാരത്തിലാണ്. അമ്പ് വന്നിട്ട് ശരീരത്തിൽ തറച്ചിട്ട് രക്തം ഇങ്ങനെ ഒഴുകുന്നു. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സ്വഹാബിമാരെ വിളിച്ചുണർത്തി, നമ്മുടെ കൂട്ടുകാരന്റെ ശരീരത്തിൽ അമ്പ് തറച്ചിട്ട് ഇതാ രക്തം ഒഴുകി വന്നിട്ടുണ്ട്, നിസ്കാരം നിർത്തിയിട്ടില്ല. സ്വഹാബത്ത് അത്തഹിയ്യാത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ ചോദിച്ചു, അമ്പ് വന്ന് തറച്ചിട്ടും എന്തേ നിങ്ങൾ ഞങ്ങളെ വിളിക്കാതിരുന്നത്? എന്നാൽ അമ്പെയ്ത്ത് നടത്തിയ ശത്രുവിനെ പിടികൂടാമായിരുന്നല്ലോ. ഞാനൊരു സൂറത്ത് ഓതുന്ന ശ്രദ്ധയിലായിരുന്നു. പെട്ടെന്നത് മുറിച്ചു പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അതിലങ്ങ് മുന്നോട്ട് പോയി. ആ സൈന്യത്തിന്റെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. കാവൽ നിന്ന സ്വഹാബിക്കാണ് സഹോദരങ്ങളെ അമ്പ് തറച്ചത്. ശത്രുക്കൾക്ക് മനസ്സിലായി ആരോ ഒന്ന് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അത് മുസ്ലിം സൈന്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അമ്പ് ചെയ്തതാ. മദീനയിലെത്താൻ കുറെ നേരമെടുക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ചിട്ട് രാവിലെ സുബഹി നിസ്കരിച്ച് പോകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. കാവലിന് നിർത്തിയ സ്വഹാബി നേരം വെളുക്കും വരെ കാവൽ നിൽക്കണ്ടേ, അപ്പൊ നിസ്കരിക്കാൻ അങ്ങ് കരുതി തുടങ്ങിയതാണ്. ആ നിസ്കാരത്തിലാണ് ശത്രുവിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന് അമ്പ് കൊണ്ടത്. പക്ഷെ മുറിച്ചില്ല നിസ്കാരം. എത്ര മട്ടത്തിലാണ് അവർ സൂക്ഷിച്ചത്. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ തഖ്വ ഇങ്ങനെയായിരുന്നു. ഭൗതിക ലോകത്തെ ശബ്ദങ്ങളൊന്നും അറിയാത്തൊരു തഖ്വ. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തഖ്വ ഏറ്റിത്തരട്ടെ, ഖുശൂ അള്ളാഹു ഏറ്റിത്തരട്ടെ. ഇപ്പോഴൊക്കെ നോക്ക് നിങ്ങൾ, നമ്മുടെ ആളുകളുടെ കഥ വളരെയധികം പരിതാപകരമാണ്. നിസ്കാരം നല്ല ശ്രദ്ധയോടുകൂടെ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ്. പൂർണ്ണ ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കേണ്ട വലിയൊരു ഇബാദത്താണ് നിസ്കാരം. എങ്ങനെയെങ്കിലും കുത്തിമറിഞ്ഞ് രക്ഷപ്പെടുന്നവരാകരുത്. ആ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും സുന്നത്തും, ആ നിസ്കാരത്തിൽ നശാത്ത് ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണോ, ഉന്മേഷം കിട്ടാൻ, ആ സുന്നത്തുകളൊക്കെ സ്വീകരിക്കും. ഇവിടെ കുറച്ചുകൂടി കസേര ഒഴിവുണ്ട്. മുന്നിക്കൊന്ന് ഇരുന്നാലും ഒരു ബാക്കിൽ നമുക്ക് ഇരുത്താം. മുന്നോട്ട് ഇരുന്നാലേ അവർക്കൊന്നിരിക്കത്. അവിടെ കസേര ഉണ്ട്, അവിടെ കസേര ഉണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് വീട്ടിന്റെ ഉള്ളിൽ കയറിയത്? അദ്ദേഹം പറയുന്നു, മഹാനവർകളെ, പുറത്തു മുഴുവനും തീ കത്തി പടർന്നു പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കാര്യമറിഞ്ഞില്ലേ? തീ കത്തി എന്നോ എന്താ നിങ്ങൾ പറയുന്നത്? ജനങ്ങൾ വലിയ സങ്കടത്തിലാണ്, ശബ്ദമുണ്ടാക്കുന്നുണ്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടി. ഞാൻ ഒരു ശബ്ദവും ഒന്നും ഞാൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളൊക്കെ ഇവിടെ തീ കത്തിപ്പിടിച്ചപ്പോ വലിയ ശബ്ദമുണ്ടാക്കി, വലിയ ഒച്ചപ്പാടുണ്ടാക്കി എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഈ ചെറിയ തീയും മറ്റുമൊക്കെ കത്തിയിട്ട്
അതിന്റെ ചൂടിലും മറ്റുമൊക്കെ നിങ്ങൾ ശുഗലായപ്പോ ഒരിക്കലും കെടാത്ത ഒരു തീയുണ്ട്, തീയിന്റെ ഡിഗ്രി കുറയാത്ത ഒരു തീയുണ്ട്. ഞാൻ ആ തീയിനെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു. സഹോദരങ്ങളെ, അതാണ് പരലോകത്തെ തീ. പരലോകത്തെ നരകം അതിന്റെ ഡിഗ്രി കുറയൂലല്ലോ, ഒരിക്കലും ചൂട് കുറയൂലല്ലോ. നാറുൻ ഹാമിയ, ചൂട് എന്നും ഒരേ ഡിഗ്രിയിൽ അങ്ങനെ നിൽക്കുന്നൊരു തീയല്ലേ അത്. ഇവിടെ ഏത് ഉപകരണത്തിൽ എത്ര തീ കത്തിപ്പടർന്നു പിടിച്ചാലും, അത് ആറ്റൻ ബോംബിന്റെ തീയാണെങ്കിലും അതല്ല മറ്റു മിസൈലുകളുടെ തീയാണെങ്കിലും, കത്തിപ്പടർന്നു പിടിക്കുന്ന മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് വന്ന തീയാണെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതിന് ശമനമുണ്ടാകും. അതേ സമയത്ത് പരലോകത്തെ തീയാകുന്ന നരകം അത് ശമിക്കൂല, അത് കെട്ടുപോകൂല, ഒരു കാലത്തും അതിന്റെ ഡിഗ്രി കുറഞ്ഞു പോകൂല. ആ തീയിനെ പറ്റി അങ്ങനെയല്ലേ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നല്ല ഈമാനോടെ തഖ്വയോടെ സുഹൃതങ്ങളൊക്കെ ചെയ്ത് നല്ല മനസ്സോടെ എത്തണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. ഖുർആൻ അവരെ പരിചയപ്പെടുത്തി തന്നത് യദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശീൻ. യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ അവർ സജീവമാകുന്നവരാണ്. ഇപ്പോഴും നമ്മുടെ ആളുകൾ നന്മയിൽ സജീവമാകുന്നത് തുടങ്ങിയിട്ടില്ല കേട്ടോ. തുടങ്ങിയെന്ന് ആരും വിചാരിക്കരുത്, തുടങ്ങിയിട്ടില്ല, വെറുതെ തോന്നുകയാണ്. ഏറ്റവും വലിയ നന്മയല്ലേ സഹോദരങ്ങളെ മുഅക്കദായ സുന്നത്ത് നിസ്കാരം. വലിയ നന്മയല്ലേ മുഅക്കദായ സുന്നത്ത് നിസ്കാരം. നിർവഹിക്കുന്നവർ എത്ര കുറവാണ്. നമ്മുടെ ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീവി, മുത്തു ബീവി, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. അവരും അവരുടെ ഉപ്പമാര്, ഉപ്പാപ്പമാര്, മഹാന്മാരുമൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ വലിയ ഭദ്രശ്രദ്ധ പുലർത്തിയവരാണ്. അതവര് നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു തഖ്വയാണ്. ഒരൊറ്റ സുന്നത്ത് നിസ്കാരവും വിടാതെ നിർവഹിക്കുന്നത് ചെറിയൊരു കഴിവല്ല. ഒരു നേരം പോലും മടി തോന്നിപ്പോകരുത്. ആ സുന്നത്ത് നിസ്കാരം ഇപ്പൊ തൽക്കാലം വേണ്ട. മുമ്പൊരാൾ ചോദിച്ചു, ഉസ്താദേ, യാത്രക്കാരന് അല്ലാഹു തആല എളുപ്പം തന്നല്ലോ ഖസ്ർ അല്ലേ? 4 റക്അത്തുള്ളത് 2 റക്അത്തായി നിസ്കരിക്കാലോ. ദീർഘദൂര യാത്ര ചെയ്യുന്ന ആൾക്ക് ചിലപ്പോ അത് അഫ്ളലായിട്ട് വരും. കുറച്ചുകൂടി ദീർഘയാത്രയാണെങ്കിൽ 2 മർഹലല്ല 3 മർഹല ഉണ്ടെങ്കിൽ ഖസ്റും ജമ്മു അഫ്ളലല്ലേ, ജായിസ് മാത്രല്ലല്ലോ. 2 ആക്കിയിട്ട് 4 റക്അത്ത് ചുരുക്കുമ്പോ പിന്നെ സുന്നത്ത് നിസ്കാരം വേണോ എന്നാ ചോദ്യം. അടുത്ത ചോദ്യം അതാ. പിന്നെ മുമ്പ് ശേഷക്കുള്ള സുന്നത്ത് നിസ്കാരം വേണോ? വേണം. കാരണം ഖസ്റാക്കിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിടത്തും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, മുമ്പുള്ളതും ശേഷമുള്ളതും സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചോ? നിസ്കരിച്ചു. എങ്ങനെയാണ് ളുഹറും അസ്റും ജമ്മാക്കി നിസ്കരിച്ചെന്ന് ചോദിച്ചു. ളുഹറിലേക്ക് അസ്റിനെ മുന്തിച്ചുകൊണ്ട് നിസ്കരിച്ചു. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ളുഹറിന്റെ മുമ്പ് നിസ്കരിച്ചു. ളുഹറിന്റെ ശേഷമുള്ളത് ളുഹറും അസ്റും നിസ്കരിച്ച ശേഷം നിസ്കരിച്ചു. അപ്പോഴും സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ അവിടെ വല്ലതുണ്ടോ നോക്കുകയാണ്. ഇങ്ങനെ ഇതന്നെ 2 ആക്കിയല്ലോ, ഇനിയിപ്പോ മറ്റേത് 2 വേണോ? ഒരു ചെറിയ ആരെങ്കിലൊക്കെ എന്നാ അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, നല്ല മൊയ്ലിയാരാണ്, മൂപ്പരെ തന്നെ കൊണ്ടുപോകണം സിയാറത്തിന് എന്ന് പറയും. സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നതിൽ വളരെ ശ്രദ്ധ കുറവാണ്. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്കില് മഗ്‌രിബിന് ഒരു പള്ളിയിൽ കയറി. മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് മുഅക്കദായ സുന്നത്തിൽ സുന്നത്ത് നിസ്കരിക്കാതെ പോയവരാണ് കൂടുതൽ. ഒരു ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരല്ലേ, നിസ്കരിക്കുന്നവരാ കൂടുതൽ, നിസ്കരിക്കാത്തവരാ കൂടുതൽ. എല്ലാരും പറയും എല്ലാരും മഹല്ലിലും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ആരായി നന്മയിൽ സജീവാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാരാ? ഒരു 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കാത്ത ഒരു ആലിമിനെ പറ്റി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ ദുന്യാവിന്റെ ആലിമാണ്. 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കാത്തൊരു ആലിമ്. ഞാൻ പറഞ്ഞല്ല, നിന്നോട് ദേഷ്യത്തോടെ നോക്കരുത്, സമീപിക്കും വേണ്ട. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എണ്ണി അടയാളമാണ്. വഖദാ ഇദാ തറക സ്വലഖദാ ഇദാ തറക റവാതിബ വസ്സുനൻ ഇൻ ഉക്കിദത് ഫഅലംഹു വസുഹബിൽ ഇത്തിലാ.
10 റക്അത്ത് മുഅക്കദായ റവാത്തിബ് നിസ്കരിക്കാത്ത ആലിമ്, അയാള് ദുന്യാവിന്റെ ആലിമാണ്, മോശപ്പെട്ട ആലിമാണ്, ആഖിറത്തിന്റെ ആലിമായിട്ടില്ല. ആഖിറത്തിന്റെ ആലിമാണോ ആ സുന്നത്ത് നിസ്കാരം വിടൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച സ്ഥലം എവിടെയെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് 3 സാധ്യതകൾ 3 സ്വഹാബിമാര് പറഞ്ഞപ്പോ 3 ഭാഗത്തേക്കും നിസ്കരിച്ചില്ലേ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് എത്തിയപ്പോ കഅബന്റെ താക്കോൽ എവിടെയെന്ന് ചോദിച്ചു. ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു ആ താക്കോൽ ഒന്ന് വാങ്ങിക്കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു ഉസ്മാൻ ഇബ്നു തൽഹ താക്കോൽ ഇതാ. ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു താക്കോല് തരാൻ പറ്റൂല, താക്കോല് സൂക്ഷിക്കുന്ന ആള് ഞാനാണ്, തരൂല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ ആരോഗ്യം ഉപയോഗിച്ച് മൽപിടുത്തം നടത്തിയിട്ട് താക്കോൽ എടുക്കണ്ട, താക്കോല് കൊണ്ടുതാ, താക്കോല് തരില്ല. മൂന്നാമതായി പറഞ്ഞു താക്കോല് എനിക്കല്ല അള്ളാഹുവിന്റെ റസൂലിനാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു നേരത്തെ അങ്ങനെ പറഞ്ഞൂടെ, ഞാൻ നേരത്തെ തരുമല്ലോ, നിങ്ങൾക്കാണ് എന്ന് കരുതിയിട്ടാണ് ഞാനൊന്ന് മൽപിടുത്തം നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലാണോ താക്കോല് ചോദിച്ചത്? ഉസ്മാൻ ഇബ്നു തൽഹ പറയുമ്പോ വിശ്വസിച്ചിട്ടില്ല, മുസ്ലിമായിട്ടില്ല. മുസ്ലിം ആയിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയുമല്ലോ തങ്ങളെ മഹത്വം, അവിടുത്തെ ബഹുമാനം അറിയാത്തവരാരാണ്? ഉസ്മാൻ ഇബ്നു തൽഹ താക്കോല് കൊടുത്തു. താക്കോല് കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തുറന്നു. വാതിൽ തുറന്ന് നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം കാണുന്ന 2 തൂണുകൾ അതിന്റെ ഇടയിൽ വെച്ച് നിസ്കരിച്ചു. പിന്നീട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ദുആ ചെയ്തു. ഉള്ളിൽ നിന്നിങ്ങ് ഇറങ്ങുമ്പോ ഉള്ളിൽ നിസ്കരിക്കാൻ കൂടെ എത്താത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഓടി വന്നിട്ട് ചോദിച്ചു എവിടെയാ നിസ്കരിച്ചത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇവിടെ ഈ തൂണിന്റെ ഇടയിൽ നിസ്കരിച്ചു, അപ്പുറത്തും നിസ്കരിച്ചു തോന്നുന്നുണ്ട്, ഇവിടെ അവിടൊക്കെ എന്നാ എല്ലായിടത്തും നിസ്കരിക്കണം. നോക്ക് നിങ്ങൾ, എല്ലായിടത്തും നിസ്കരിക്കണം. എവിടെയാണ് നിസ്കരിച്ചത്? അവിടൊക്കെ നിസ്കരിച്ച സാധ്യല്ലേ, അവിടൊക്കെ നിസ്കരിക്കണം. എന്താണ് അവരുടെയൊക്കെ മഹബത്ത്? ആ മഹബത്തിന്റെ വലിയ തെളിവാ സഹോദരങ്ങളെ ആ അനുകരണം. യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ. അമ്പിയാക്കളെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു അവർ നന്മകളിൽ സജീവമാകുന്നവരായിരുന്നു. യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിലുള്ള സജീവത വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു ഒഴിവ് കിട്ടുന്ന നേരം എന്തെങ്കിലും ഒരു ഖൈറ് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായിത്തീരണം. ആഖിറത്തിലെത്തുന്ന സമയത്ത് കുറ്റവാളികളെ ലിസ്റ്റിലാകരുത്, നമ്മൾ സ്വാലിഹീങ്ങളെ ലിസ്റ്റിൽ പെടണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത് അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ നോക്കി, ഇവിടെ ദിക്ർ ചൊല്ലിയപ്പോ നേരത്തെ ഒരു ദിക്ർ ചൊല്ലിയിൽ ഒരു പരിശുദ്ധമായ ദിക്ർ വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. എന്താ അർത്ഥമുള്ള ദിക്റാന്നറിയോ? അത് നമുക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല അല്ലെ? വലിയ അർത്ഥവത്തായ ദിക്റാണ്. വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും പറയുന്നു അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. സഹോദരങ്ങളെ, എത്ര മത്സ്യങ്ങളുണ്ട്, ആ മത്സ്യങ്ങളുടെ തസ്ബീഹും അല്ലാഹു അല്ലാഹു അല്ലാഹ്. പക്ഷികളുടെ എണ്ണം കറക്റ്റായി ആർക്കെങ്കിലും അറിയുമോ? മനുഷ്യരിൽ ആർക്കെങ്കിലും എത്ര ജന്തുക്കളുണ്ട് എന്ന് കറക്റ്റായി അറിയുമോ? നമുക്ക് അറിയാത്ത എത്ര സൃഷ്ടികളുണ്ട്, ലോകത്ത് കണക്കില്ലാത്ത എത്ര സൃഷ്ടികളുണ്ട്, കണക്കിൽപ്പെടാത്ത ഒരുപാട് സൃഷ്ടികളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ജനങ്ങൾക്കറിയാത്ത ഒരുപാട് ജീവജാലങ്ങളുണ്ട്, സൃഷ്ടികളുണ്ട്. എല്ലാം പറയുന്നു അല്ലാഹ് അല്ലാഹ്. അതൊക്കെ പറയുന്നു ഉസ്താദേ, അതൊക്കെ പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോ തങ്ങൾ വലത്തെ കയ്യിൽ ഒരു കൂട്ടം കല്ല് വാരി, ചെറിയ ചെറിയ കല്ലുകളാണ്, ചൊട്ടുകല്ല് പോലത്തെ കല്ല് വാരി. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് നിങ്ങൾ കേൾക്കാം, ഈ കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അവര് പറഞ്ഞു നബിയേ, കല്ലിന്റെ തസ്ബീഹ് ഞങ്ങൾ കേട്ടു. ആ കല്ല് നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോഴും നിങ്ങൾക്ക് തസ്ബീഹ് കേൾക്കാം. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് മാറിക്കൊടുത്തു. ഇപ്പോഴും തസ്ബീഹ് കേൾക്കാം.
സ്വഹാബിമാര് മാറി മാറി കയ്യിൽ പിടിക്കുമ്പോഴും കല്ല് തസ്ബീഹ് ചൊല്ലുന്നു. وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِنْ لَا تَفْقَهُونَ تَسْبِيحَهُمْ. എല്ലാ സൃഷ്ടിജാലങ്ങളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ എല്ലാറ്റിന്റെയും തസ്ബീഹ് എല്ലാ സന്ദർഭങ്ങളിലും കേൾക്കാനുള്ള കഴിവ് നമുക്കില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലല്ല, പലതും നിങ്ങൾ കേൾക്കുകയില്ല. പച്ച കൊള്ളി ഖബറിന്റെ മേലെ കുത്തി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇന്നഹുമാ ലയുഖഫഫാനി അൻഹുമാ. ഈ രണ്ട് കൊള്ളികളും ശിക്ഷ അനുഭവിക്കുന്ന ഈ ഖബർ ആളുകൾക്ക് ശിക്ഷയിൽ നിന്ന് ലഘൂകരണം കൊടുക്കും, ശമനം കൊടുക്കും. മാലം യൈബസ, ഉണങ്ങാത്ത കാലത്തോളം. ഉണങ്ങാത്തത് വരെ തസ്ബീഹ് ചൊല്ലും. ഖബറിന്റെ മേലെ കുത്തിയ ആ കൊള്ളി അത് പിന്നെ മരത്തടിയായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചു വരും, അല്ലേ? ഓരോ മാസമാകുമ്പോ നമുക്കത് കവാത്തെടുക്കണം. പഴയ കാലത്തൊന്നും ആളുകൾ തൊടാനാക്കൂല, കേക്കോ? ആൾക്കാരെ ഇൽമും തഖ്വയും അന്ന് അങ്ങനെയായിരുന്നു. എന്റെ വാപ്പാന്റെ മേലെ കുത്തി ആ മരത്തിന്റെ തടി അത് എത്ര മേലോട്ട് പോയാലും വെട്ടാൻ പാടില്ല, മുറിക്കാൻ പാടില്ല എന്ന് പറയും. ഇന്നോ ഇതിപ്പോ ജമാഅത്തുൽ ഉഖറ റജബും ഷാബാനും നോക്കി എല്ലാ പള്ളിപ്പറമ്പും കവാത്തെടുത്തൊരു മൊട്ടക്കുന്ന് പോലെ ഉണ്ടാവും. ആളുകളെ ഇൽമിന്റെ കുറവാ. സഹോദരങ്ങളെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോ ഈ പള്ളിക്കാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ എന്ത് ചെയ്യണം എന്നതിന് വരെ മസ്അല പഠിപ്പിച്ചില്ലേ? ആ നാട്ടിന്റെ പതിവ് അത് പള്ളിയുടെ മസ്ലഹത്തിന് വേണ്ടി എടുക്കലാണെങ്കിൽ അങ്ങനെ എടുക്കണം, ഖബറാളിക്ക് കൂലിയല്ലേ. അതല്ല, ചില നാട്ടിലൊക്കെ അത് മുത്തല്ലിമീങ്ങൾ ഭക്ഷിച്ചോട്ടെ എന്നായിരിക്കും, നേരത്തെ തന്നെ അങ്ങനെ ആയിരിക്കും പോരാ. ചക്കയും മാങ്ങയെന്നൊക്കെ അങ്ങനല്ലേ, അത് അവരെടുത്തോട്ടെ എന്ന്. ചിലപ്പോ ചില നാട്ടിലൊക്കെ അത് ലേലം വിളിച്ചിട്ട് നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് അതിന്റെ വിഹിതം കൊടുക്കും, മിസ്കീന്മാർക്കും സാധുക്കൾക്കും യതീമുകൾക്കും. ആ ആദത്ത് പോലെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന് മസ്അല പറയുമ്പോ ഇതൊക്കെ ഈ ഫലവൃക്ഷങ്ങൾ നിലനിർത്തണമെന്നല്ലേ, വെട്ടി കശാപ്പാക്കിയ പിന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് എടുക്കാൻ പാടില്ല, അത് മയ്യിത്തിന്റെ ഹക്കല്ലേ. ഖബറിന്റെ മേലെ ഇട്ട പൂവിനെ പറ്റി പറഞ്ഞില്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു? ഖബറിന്റെ മേലെ ഒരാൾ കുറച്ച് പൂ കൊണ്ടിട്ടു. പൂ കൊണ്ടിടുന്നത് നല്ലതാ. നല്ല മണമുള്ള പൂവാണെങ്കിൽ വരുന്ന ആളുകൾക്കൊക്കെ നല്ല മണം കിട്ടൂലേ. നല്ല മുല്ലപ്പൂ കൊണ്ടിട്ട് ഖബറിന്റെ മേലെ തെറ്റല്ല. ഖബറിന്റെ മേലെ പൂവിടുന്നത് സിയാറത്തിന് വരുന്ന ആളുകൾക്കും അവിടെ വരുന്ന മലക്കുകൾക്കും എല്ലാവർക്കും സന്തോഷമുള്ളതല്ലേ. ആ പൂവിൽ നിന്ന് വരുന്ന വാസന അത് കണ്ടില്ലേ നിങ്ങൾ? പുറത്തൊക്കെ നമ്മൾ പോയ അജ്മീറിലോ കാണാം, ഒരുപാട് പൂ കൊണ്ടിട്ടിട്ട് അല്ലേ. ഖജാ തങ്ങളെ ഖബറിന്റെ മേലൊക്കെ എത്ര പൂവാ. ഈ പൂ കൊണ്ടുപോയിരുന്നത് ഇടാൻ പറ്റോ ഇല്ലേ? അതാ മയ്യത്തിന്റെ ഹക്കാണ്, എടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ആ അടിയിൽ കിടക്കുന്ന ആളെ ഹക്കാണ്, അവകാശാണ്. മേലെ മുളച്ച പുല്ലുകളും ഒക്കെ അങ്ങനെയാണ്. ചുറ്റുഭാഗവും ഒരുപക്ഷെ വടിയോ മറ്റോ ഒക്കെ വൃത്തിയാക്കാം, നടന്നു വരാൻ. പക്ഷേ ഖബറിന്റെ മേലെ കുത്തിവെച്ച ആ കൊള്ളിയുണ്ടല്ലോ, മരത്തടി, അതിങ്ങനെ വളർന്ന് മരങ്ങളായി ശിഖരങ്ങളായി വരുമ്പോ കണക്കാക്കാൻ കഴിയാത്ത അത്രയും ഇലകളുണ്ടോ. താഴെ കിടക്കുന്ന മനുഷ്യന് വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. ഈ ഇലകളൊക്കെ ചൊല്ലുന്ന തസ്ബീഹുണ്ട്, ഈ മരത്തടിയുടെ തസ്ബീഹുണ്ട്, അതിന്റെ ഉള്ളിലെ ഓരോ ശിഖരങ്ങൾക്കും തസ്ബീഹുണ്ട്. ആ തസ്ബീഹ് കൊണ്ട് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വല്ലിപ്പമാര്, വല്ലിമ്മമാര്, ഉമ്മാമ്മമാര് അവരെ ഖബറിന്റെ മേലെ നല്ല ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ച് അതിങ്ങനെ വളർന്ന് വലുതായി വരുമ്പോ അത് മുറിച്ചുകൊണ്ട് നശിപ്പിക്കരുത്. സൗകര്യപ്രദമാണ് എന്ന് കരുതിയിട്ട് ഒന്നാകെ വെട്ടിത്തകർക്കരുത്. വരുന്ന വഴി, ഖബർസ്ഥാനിലേക്ക് വരുന്ന വഴി നടന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി വെട്ടി വൃത്തിയാക്കണം. അതേ സമയത്ത് മീസാൻ കല്ലിന്റെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചെടി കുത്തിവെക്കാറുണ്ട്. അത് അവിടെ തന്നെ നിർത്തണം. അത് വളർന്ന് വികസിച്ച് വലുതായി വരണം. വിവരക്കുറവ് കൊണ്ട് വെട്ടിയിട്ട് കശാപ്പ് ചെയ്യരുത്. നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണത് സൂക്ഷിക്കേണ്ടത്. എത്ര ഖബറുകളാ സഹോദരങ്ങളെ നമ്മുടെ റോഡിന്റെ വികസനത്തിൽ പോയത്. എത്ര ആളുകളെ ഖബറുകളാ നഷ്ടപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, വാഹനം ഓടിച്ചു പോകുമ്പോ പലപ്പോഴും ഖബറിന്റെ മേലെ കൂടെ വാഹനം പോകുന്നു. എത്ര അത് വലിയ വലിയ കറാമത്തുള്ള മഹാന്മാർതാണെങ്കിൽ തൊടാൻ ആൾക്കാർക്ക് പേടിയായിരിക്കും.
ഗുജറാത്തിൽ പോലും നിങ്ങൾ കണ്ടില്ലേ, റോഡിന്റെ നടുവിലൊരു മക്ബറ. വലത്തെ ഭാഗത്തൂടി ഇടത്തെ ഭാഗത്തൂടി വാഹനം അങ്ങനെ പോവുകയാണ്. അത് പൊളിക്കാൻ വേണ്ടി നല്ല നിയ്യത്താക്കിയിട്ട് ഉഷാറായി ചെന്ന ആള് അയാൾക്ക് പൊളിക്കാൻ കഴിയാതെ അയാൾ തിരിച്ചു പോന്നു, അപകടം പറ്റിയിട്ട്. പിന്നെ ആരും തൊട്ടിട്ടില്ല, തൊടാൻ പേടിയില്ലായിരിക്കും. പേരൊന്നും അറിയപ്പെടൂല, ആളൊന്നും അറിയപ്പെടുന്നില്ല. ആളൊക്കെ അങ്ങനെ അറിഞ്ഞാൽ മതി, മഹത്തോണ്ട് തിരിയുമ്പോ ഒക്കെ തിരിയും. അങ്ങനെയാണ് ആളെ മഹത്വം കൊണ്ട് അറിയുമ്പോ എല്ലാം അറിയും. അപ്പൊ അവരെ എതിർക്കാനും അവരവിടുന്ന് തട്ടിത്തെറിപ്പിക്കാനും വരുമ്പോ കാര്യങ്ങളൊക്കെ അറിയും. ആളുകൾക്ക് എന്ത്, വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എന്ത് മക്ബറ, എന്ത് മഖാമ്. നന്മകളിൽ സജീവമാകണം. വക്കാനൂലന ഖാശിഈൻ, നല്ല ഭക്തിയോടെ ജീവിച്ചവരായിരുന്നു മഹാന്മാർ. നമ്മുടെ ജീവിതത്തിൽ ഭക്തി വേണം, നിസ്കാരത്തിൽ ഭക്തി വേണം, ഖുർആനോത്തിൽ ഭക്തി വേണം, മൗലിദോതുമ്പോ ഭക്തി വേണം. എല്ലാ സുഹൃതങ്ങളുടെയും വലിയ സൗന്ദര്യമാണ് ഖുശൂഅ്. ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഖുശൂഅ്. ആ ഭക്തിയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന സ്വീകാര്യത ചെറുതല്ല, വളരെ വലുതാണ്. അല്ലാഹു നമുക്ക് ഖുശൂഅ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് വരകളുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കരുത്. പൂക്കളും ചിത്രങ്ങളും വരകളൊക്കെ ഉള്ളത് വരിച്ച് നിസ്കരിച്ചാൽ കറാഹത്തല്ലേ. എന്താ അങ്ങനെ നിസ്കരിക്കരുത് എന്ന് പറയാൻ കാരണം, ശ്രദ്ധ മാറിപ്പോകും. മുസല്ലയും ചിത്രങ്ങളില്ലാത്ത മുസല്ലയാണ് ഏറ്റവും നല്ലത്. അതാ നല്ലത്. അത് കാർപ്പറ്റ് ആണെങ്കിലും നല്ലത് തന്നെ, ചിത്രങ്ങളൊന്നും ഇല്ലാത്ത കാർപ്പറ്റ്. പള്ളിയുടെ ഉൾഭാഗങ്ങളിൽ എഴുത്തുകുത്തുകൾ, ഖിബലയുടെ ഭാഗത്തൊന്നും എഴുത്തുകുത്തുകൾ വരാൻ പാടില്ല. അതും പണ്ഡിതന്മാർ പഠിപ്പിച്ചു, കറാഹത്താണ്. ചില ആളുകൾ പള്ളിന്റെ ഉള്ളിൽ അസ്മാഉൽ ഹുസ്ന മൊത്തം അങ്ങോട്ട് എഴുതി വെക്കും. 4 റക്അത്ത് ദീനിന്റെ അടക്കം നിസ്കരിക്കുന്ന ആള് സുബ്ഹാനല്ലാഹി സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ ഒക്കെ വായിച്ചു തീരും. അയാളെ നാവുകൊണ്ട് ഫാത്തിഹയും ഇഖ്ലാസൊക്കെ ഓതി തസ്ബീഹ് ചെല്ലുന്നുണ്ടാവും, കൽബിൽ ഇത് വായനയായിരിക്കും. ശ്രദ്ധ പോകണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പുറത്തപ്പുറത്ത് സൗകര്യപൂർവ്വം ആളുകൾക്ക് വായിക്കണമെങ്കിൽ എഴുതിച്ചോട്ടെ, കേക്കോട്ടും മറ്റും തിരിഞ്ഞു നിസ്കരിക്കൂലല്ലോ. ഇത് നേരെ മുന്നിൽ തന്നെ എന്തൊരു എഴുത്താണ്, ആയത്തും മറ്റതൊക്കെ. അത് വളച്ചിട്ടും ചിരിച്ചിട്ടും എഴുതിയാല് തിരിയാത്ത ആള് ചിലപ്പോ അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പൊ അത്. അത് ചെരിച്ചാണ് എഴുതിയത്, അതുകൊണ്ട് നേർക്ക് നോക്കിയിട്ട് അക്ഷരം തിരിയുന്നില്ല, ചെരിച്ചല്ലേ എഴുതിയത്. അപ്പൊ ചെരിഞ്ഞു നോക്കട്ടെ എന്ന് ചിലപ്പോ ഇങ്ങനെയും നോക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് നിസ്കാരം എവിടെത്തിപ്പോയി. പഴയ കാലത്തെ പള്ളികളിൽ ഒന്നും അങ്ങനത്തെ എത്തുകുത്ത് കാണൂല, കാണൂല. ഒരു ജനൽമോൽ പോലും ഒരു കമ്പിയിൽ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് അള്ളാഹു എന്നുള്ളതും അപ്പുറത്തുള്ള ഒരു മുഹമ്മദ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതണ്ടേ നോക്കുമ്പോ തന്നെ പഴമക്കാര് പറയും, അത് അവിടെ കൊടുക്കണ്ട, സൈഡിലൊക്കെ നിന്നോട്ടെ, ഒരു ബഹുമാനത്തിന്. മുന്നിൽ ആളുകൾ കൈയ്യട്ടി നിസ്കരിക്കുന്ന സ്ഥലം. ഇന്ന് എന്തെല്ലാമാണ് മുന്നിൽ. ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ക്ലോക്ക് ഒരു വക, പിന്നെ കലണ്ടർ വേറൊരു വക, പിന്നെ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ഒന്ന്, മൊബൈൽ ഫോൺ ഓഫാക്കണമെന്ന് വേറെ, മടമ്പ് ശരിയാക്കണം എന്നത് വേറെ, എന്തെല്ലാം അനൗൺസ്മെന്റ്. ഇതൊക്കെ ഏകദേശം വായിച്ചു തീരുമ്പോഴേക്കും അത്തഹിയാത്തിലെത്തും. അപ്പൊ അതിലേക്കൊന്നും ശ്രദ്ധ പോകുന്ന വിധം അങ്ങനൊന്നും എഴുതി വെക്കാതിരിക്കലാണ് നല്ലത്. നിസ്കരിക്കുന്ന ആള് വെള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. നിസ്കാര കുപ്പായം കണ്ടില്ലേ നിങ്ങൾ, ഏതാ അതിന്റെ കളർ കൂടുതൽ? വെള്ളല്ലേ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ നിസ്കാര കുപ്പായം വാങ്ങുന്നൊക്കെ വെള്ളല്ലേ. എന്താ വേറെ കളർ കൊണ്ടൊന്നും അടിച്ച നിസ്കാര കുപ്പായം ആകത്തോണ്ടാ? അതാണ് ഉത്തമം. ആ വെള്ള വസ്ത്രത്തിൽ നിസ്കരിക്കുമ്പോഴാണ് വലിയ ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാര് വെള്ള വസ്ത്രത്തിൽ നല്ല മക്കനയും മുടിയൊന്നും കാണാത്ത രീതിയിൽ, കാലൊന്നും കാണാത്ത രീതിയിലുള്ള നല്ല മറവോടെയുള്ള നിസ്കാര കുപ്പായത്തിൽ